നമസ്കാരം. ഞാൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. ചെറുപ്പത്തിലെ തന്നെ കേരള കലാമണ്ഡലത്തിലേക്ക് കഥകളി പഠിക്കാൻ പോയി. അതിനെല്ലാം ഒരു ചരിത്രമുണ്ട്. ഞാൻ കോതച്ചിറ എന്നുള്ള അവിടെയാണ് ഞാൻ ജനിച്ചത്. അവിടെ അച്ഛനമ്മയും അവിടെ മനിക്കിൽ ഒരു തമ്പുരാൻ്റെ വേളി, ആ വേളിക്ക് കഥകളിയുണ്ട്. ആ കഥകളിയിൽ സന്താനോപലം കഥകളിയുണ്ട്. അപ്പം ആ സന്താനോപലം കഥകളിയിൽ അവസാനത്തെ രംഗം 10 കുട്ടികൾ വേണം. കഥ എന്താ വെച്ചാൽ, ഈ ബ്രാഹ്മണൻ്റെ 10 കുട്ടികൾ മരിച്ചുപോയി. ആ കുട്ടികളെ കൃഷ്ണനും അർജുനും കൂടി വീണ്ടും മരിച്ചുപോയ കുട്ടികളെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്നതായ ഒരു കഥയാണ് സന്താനവും. ആ രംഗം അപ്പം ഈ 10 കുട്ടികളെ എന്നുള്ള കളിയോഗത്തിൽ ഉണ്ടാവില്ല. അതൊക്കെ അപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കുട്ടികളെ നേരത്തെ കുട്ടി പറഞ്ഞ് ശരിയാക്കി അന്ന് എവിടെ ചെല്ലാത്ത അവിടെയുള്ള കുട്ടികളെ കൊണ്ട് കെട്ടിച്ച് കൊടുക്കേണ്ട സമ്പ്രദായം. അപ്പം അങ്ങനെ അന്ന് ആ കാലഘട്ടത്തിൽ ആ തമ്പുരാൻ്റെ വേലി സമയത്ത് അന്ന് ആ സന്താനവം കളിയിൽ 10 കുട്ടികൾ വേണം. അപ്പോൾ അങ്ങനെ 10 കുട്ടികളിൽ അവസാനത്തെ 2 കുട്ടികളായിട്ടാണ് ആദ്യം ഞാൻ അതിൽ ഒരാളായിട്ടാണ്. 5 വയസ്സാണ്. 5 വയസ്സാണ്, ചെറിയ കുട്ടിയാണ്. 5 അന്ന് ഈ ഞാൻ കോണൊക്കെ കൊടുത്തുള്ള കൂമ്പാള കോണൊക്കെ കൊടുത്തിട്ട് ഈ നമ്പൂരി ഉപനിച്ച കുട്ടികൾ കെട്ടണ പോലെ അന്ന് കൂമ്പാള കോണ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. ഇന്നതില്ല കേട്ടോ. അന്ന് ആ കാലഘട്ടത്തിലല്ലോ അങ്ങനെ 2 കുട്ടികളെ അവസാനത്തെ കുട്ടിയായിട്ട് ഞാനാണ് കെട്ടിയത്. അങ്ങനെയാണ് ഈ കഥകളി രംഗത്തേക്കുള്ള വരവ്. അന്ന് എനിക്ക് കഥകളി എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ കഥകളി കെട്ടി അന്ന് കുട്ടികൾക്കൊക്കെ രസമാണ് കഥകളി കാണാനും കഥകളിയിൽ വേഷം കെട്ടിയതൊക്കെ പറയാനും. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞാലാണ് കലാമണ്ഡലത്തിന് പ്രവേശനം. അപ്പൊ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ കലാമണ്ഡലത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 13 വയസ്സാണ് കലാമണ്ഡലത്തിൽ കൊണ്ടു ചേർത്തു. 13 വയസ്സ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ കൊണ്ടു ചേർത്തു. പിന്നെ കഥകളി മാത്രമായി. അച്ഛൻ്റെ മോഹം ഒരാളെ ഡോക്ടറും ആക്കലും ഒരാളെ കഥകളിക്കാരനാക്കലാണ്. അപ്പൊ എൻ്റെ അനുജനെ ഡോക്ടർ ഭാഗത്തേക്ക് ആയുർവേദ ഡോക്ടർ ആക്കണമെന്നും എന്നെ കഥകളിക്കാരനാക്കണമെന്നും ഉദ്ദേശിച്ചു. അപ്പൊ അങ്ങനെ ആദ്യം ഉദ്ദേശിച്ച് കോട്ടക്കൽ കൊണ്ട് ചേർക്കാനാണ്. അവിടെ കഥകളിയുണ്ട്, ആയുർവേദമുണ്ട്. പക്ഷെ അപ്പൊ അച്ഛൻ്റെ ഒരു തീരുമാനം 2 പേരും ഒരു സ്ഥലത്ത് വേണ്ട. അന്ന് കഥകളിക്ക് പ്രശസ്തി ഉള്ള സ്ഥാപനം കലാമണ്ഡലമാണ്. അതുകൊണ്ട് എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തു. ആയുർവേദം പഠിപ്പിക്കാൻ അനുജനെ കോട്ടക്കൽ കൊണ്ട് ചേർത്തു. അങ്ങനെയാണ് 2 വഴിക്ക് 2 മക്കളിൽ ഞങ്ങൾ 8 പേരാണ് മക്കൾ. ആ മക്കളിൽ 2 ആളെ 2 തരത്തിൽ വിടണമെന്ന് അച്ഛൻ്റെ ഒരു മോഹമായിരുന്നു. 2 തരത്തിൽ ഒരാളെ കോട്ടക്കലിൽ കൊണ്ട് ചേർത്തു, എന്നെ കലാമണ്ഡലത്തിലും. ഞാൻ അവിടെ പഠിച്ചു. അത് പഠിത്തമൊക്കെ കഴിഞ്ഞതോടുകൂടി അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി. 32 വർഷം അവിടെ ഞാൻ അധ്യാപനം നടത്തി, പ്രിൻസിപ്പളായി. അത് കഴിഞ്ഞ് പിരിഞ്ഞു. പിന്നെ അവിടെ യൂണിവേഴ്സിറ്റി ആയപ്പോൾ ഡീനൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് അനവധി 10 വർഷത്തോളം ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പള് കുഞ്ചുനാരാശാൻ. പിന്നെ എന്നെ കാര്യമായിട്ട് പഠിപ്പിച്ച ആചാര്യന്മാർ രാമൻകുട്ടി നാരാശാനും ഗോപിയാശാനും പത്മനാഭൻ നാരാശാനും. ആ കാലഘട്ടത്തിലാണ് ഞാൻ അവരെ പഠിക്കാൻ ചേർന്നത്. അവരെ ഗോപിയാശാനായിട്ടും ചൂടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ. അപ്പോഴാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേരുന്നത്. 1968 ഞാൻ കേരള കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേരുന്നത്. ഡിപ്ലോമ പഠിച്ചിറങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കോളർഷിപ്പ് ഒക്കെ 10 വർഷത്തോളം അവിടെ പഠിക്കലുണ്ടായി. പോന്ന് വീണ്ടും അവിടെ 1979 അവിടെ ജോലിക്ക് കയറി. പിന്നെ ഒരു 32 വർഷം അവിടെ തന്നെ സേവനം ഒഴിച്ചു. ചെറിയ അധ്യാപകൻ ഇങ്ങനെ കയറ്റം കിട്ടി. ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് 10 വർഷം ഉണ്ടായി. 2 വർഷം പ്രിൻസിപ്പളായി. കഥകളിയുടെ ചരിത്രം പറഞ്ഞാൽ നമ്പൂരിമാരുടെ ഇല്ലങ്ങളിലായിരുന്നു. അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റാണ്ടായ കാലഘട്ടം വന്നപ്പോൾ ഇത് നശിച്ചു പോവും എന്ന് പറയുമ്പോൾ വള്ളത്തോളും മുകുന്ദരാജാവും എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട സ്ഥാപനമാണ് കലാമണ്ഡലത്തിൽ. അന്ന് ഈ കഥകളി എന്നുള്ളൊരു കല നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയോട് കൂടിയിട്ടാണ് കലാമണ്ഡലം തുടങ്ങി. അപ്പം അന്ന് ഈ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ
ഈ കളികളുണ്ടാവും, അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അല്ലാത്തൊരു വിഭാഗമുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആദ്യത്തെ വിദ്യാർത്ഥിയായ ഈ ഗുരു ഗോപിനാഥ് അദ്ദേഹമാണ് ഈ കേരള നടനം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ കഥകളിയുടെ വേഷമില്ലാണ്ട് ഒരു പ്രത്യേക തരത്തിലെ കേരള നടനം എന്നുള്ള ഒരു ആർട്ട് ഫോം ഉണ്ടാക്കി തീർത്തു. അത് പലതരത്തിൽ പ്രചാരം വന്നു എന്നല്ല, ഇന്നിപ്പോൾ നല്ല അതിന് പ്രശസ്തി. അത് കഥകളി പഠിച്ച ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും, പഠിക്കാത്തവർ ചില അതിന് അത്ര ഗുണമൊന്നും ഉണ്ടാവില്ല. അത് നല്ല കാര്യമായി. കഥകളിയിലെ ചുഴുപ്പ്, ഇളകിയാട്ടം, കലാശം, അങ്ങനെയുള്ള ചില അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. ഡാൻസിൽ ഈ സബ്ജക്റ്റ് ഉണ്ടാവും. അത് നൃത്തരൂപം അതാണ് ഈ കേരള നടനം എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവമുണ്ട്, ഒക്കെ ഉണ്ട്. കോസ്റ്റ്യൂംസൊക്കെ ഈ വലിയ വലിയ എത്രയും അതൊന്നുമില്ല, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ആടയാഭരണങ്ങളും അതെല്ലാം കിട്ടിയിട്ടുള്ള സമ്പ്രദായമാണ് കേരള നടനത്തിന്. ഞാൻ അവിടെ അധ്യാപകനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ ഈ കമലദളം ഷൂട്ടിംഗ്, കലാമണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് അവിടെ. ഈ ശരിക്കും പറഞ്ഞാൽ ചെറുതുരുത്തി എന്ന നീളാതീരം, പുഴയുടെ രണ്ട് ഭാഗത്തും പല പല നല്ല നല്ല അനുഭവങ്ങളും ഈ കവിതകൾ വരുന്ന കവിതകൾ അല്ലെങ്കിൽ കലാപരമായ സ്ഥാപനങ്ങൾ, അതെല്ലാം ഒരു നല്ല അന്തരീക്ഷത്തിൽ കൂടി വളർന്നത് കൊണ്ടാണ് ഈ കേരളത്തിലെ ഇത്തരം കലകളൊക്കെ വളർന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ മഹാകവി വള്ളത്തോൾ തന്നെ തിരൂരായിരുന്നു. തിരൂരിൽ നിങ്ങൾ ഭാരതപ്പുഴ ഇവിടെ വന്ന് താമസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് പോലും ഈ നീളാതീരം വളരെ ഉപകാരമായി. അങ്ങനെ അവിടെ സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ അങ്ങനെ ഈ ചെറുതുരുത്തി പ്രദേശം ഞാൻ പഠിക്കാൻ ചേർന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഏത് സിനിമയും ചെറുതുരുത്തി ഷൂട്ടിംഗ് നടത്തുക എന്നുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് പഠിക്കുന്ന കാലത്താണ് ഞാൻ നസീറിനെയും ഷീലയൊക്കെ കണ്ടിരിക്കുന്നത്. 68 എന്നാൽ ഷീലി അവരൊക്കെ പൈങ്കുളം റോട്ടിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ മധു അന്നൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഈ സിനിമക്കാരുടെ വരവ് ആ ഭാഗത്ത് ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ ലൊക്കേഷൻ ഏത് പടമായാലും നിളയോരത്തിന് എത്രത്തോളം സമാനതകൾ കിട്ടുന്ന വേറൊരു സ്ഥലം സിനിമ ഈ ലൊക്കേഷൻ അന്വേഷിച്ച് നടക്കുന്നവർക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ കമലദളം എന്നുള്ള പടം കലാകാരനെ സംബന്ധിച്ചുള്ള പടമാണ്. അപ്പോൾ അത് കൂടുതൽ കലാമണ്ഡലം അവിടെ ഉണ്ട്. അപ്പോൾ ഡാൻസും കഥകളി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് ഷൂട്ടിംഗ് ഉണ്ടായത്. പുറത്തും ഉള്ളിലെ ആ ഏരിയയാണ്. അങ്ങനെ കമലദളം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലൊക്കെ ചെറുതുരുത്തി വരികയും കലാമണ്ഡലം സന്ദർശിക്കുകയും. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഭാവം പഠിക്കണം, ഭാവം കുറച്ചുണ്ടാവണം. അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, രസാഭിനയം കണ്ണ് സാധകം അഭിനയത്തിന് വളരെ ഗുണം ചെയ്യും, അത് അഭ്യസിച്ചാൽ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് പഠിക്കാൻ മോഹം തോന്നലും. അദ്ദേഹം കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഒരാളെ വിട്ട് തന്നാൽ നടക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓഫീസിൻ്റെ മുകളിൽ എന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയ അധ്യാപകനാണ്. അപ്പോൾ അതങ്ങനെ ഒരു മാസത്തോളം അവിടെ ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കാലത്ത് അദ്ദേഹം വണ്ടി അയക്കും. കാലത്ത് നേരത്തെ 7 മണി കഴിഞ്ഞാൽ വണ്ടി അയക്കും. ഞാൻ പോവും. ഒരു 1.5 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കലാമണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കണം
എന്ന പോലെ കണ്ണുസാധകവും രസാഭിനയും അപ്പം തന്നെ മുദ്രകളൊക്കെ അത് രസമായിട്ട് ഇത് കഥകളി കലകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പറയുമ്പോൾ മുദ്രകൾ എങ്ങനെ അങ്ങനെ കുറെ മുദ്രകളൊക്കെ ഇങ്ങനെ പഠിക്കുകയുണ്ടായി എനിക്ക്. കൂടുതലും കണ്ണുസാധകവും രസാഭിനയും ഒരു 1.5 മണിക്കൂറേറെ 1 മാസത്തോളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിൽക്കാലത്ത് പുതിയൊരു പടം വാനപ്രസ്ഥം എന്നുള്ള പടം വരികയാണ്. ഷാജി കണ്ണൂരൻ ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൽ കഥകളി കലാകാരൻ്റെ കഥയുടെ കുഞ്ഞുകുട്ടൻ എന്ന കഥാവും. അപ്പോൾ ഈ കുഞ്ഞുകുട്ടൻ എന്നുള്ള കഥാപാത്രം എല്ലാ വേഷങ്ങളും കഥകളിക്കാരനാണ്. അപ്പോൾ എല്ലാ വേഷങ്ങളും കെട്ടണം. അത് മോഹൻലാൽ തയ്യാറായി. കഥകളിയിലെ എല്ലാ വേഷങ്ങളും പച്ച, കത്തി, താടി, വെള്ളത്താടി, മെയിൻ ഈ വേഷങ്ങളെല്ലാം പഠിക്കണം. സ്ത്രീവേഷം. അപ്പോൾ അതിലൊക്കെ അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ പടത്തിലേക്ക് വേണ്ട മോഹൻലാൽ ചെയ്യേണ്ടതായ വേഷങ്ങളുടെ ഒരു ചെറിയ 1 മിനിറ്റ് 1.5 മിനിറ്റിനുള്ള സ്ക്രിപ്റ്റ് ഞാൻ കളിച്ച് അത് പാടി റെക്കോർഡ് ചെയ്ത് അത് അദ്ദേഹത്തിനോട് പഠിപ്പിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ 2-2.5 മാസം ഈ വാനപ്രസ്ഥം ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തു. അത് 1 മാസം മുമ്പേ ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഈ പടത്തിനൊപ്പം അങ്ങനെ നടക്കുക ഏതാ വേണ്ട വെച്ചാൽ അത് അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ രംഗത്ത് കയറ്റലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചൊല്ലിയ മുദ്രകൾ, ഉപകഥകൾ, വേഷങ്ങളുടെ എന്താണ് അത്, ഇന്ന വേഷങ്ങൾക്ക് ഇന്ന അതാണ് അത്. പിന്നെ കഥകളിയുടെ ഒരു ചരിത്രം, അത് കഥകളിയുടെ ഒരു സമ്പ്രദായം, അതെല്ലാം ഈ കഥകളിക്കാരൻ്റെ ഒരു കഥയായതുകൊണ്ട് എത്രത്തോളം ഈ കഥകളിയിൽ ഉണ്ട് എന്നുള്ളത് സംസാരത്തിലൂടെ ചോദിച്ചും പറഞ്ഞും അങ്ങനെ മൂപ്പരുടെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് നല്ല ആശയം കിട്ടി. പിന്നെ ഒരു ജീനിയസാണ് മോഹൻലാൽ. നമ്മൾ പറഞ്ഞതിൻ്റെ അപ്പുറം നമുക്ക് പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം സിനിമയിൽ എങ്ങനെ ചെയ്യണം ഇത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് കേമാണ്. എന്നാൽ അതേസമയം ഈ കഥകളിയുടെ അത് ചോദിച്ചു നല്ലോണം മനസ്സിലാക്കി അതിന് വേണ്ടത് മാത്രം ഒരു കുറച്ചു നേരേ വേണ്ടൂ. പക്ഷെ അത് നന്നായി പെർഫെക്റ്റായി ചെയ്യണം എന്നുള്ള മനസ്ഥിതിയും ആ കലയോടും ആചാര്യന്മാരോടും ഭയഭക്തിയും കലയോടും വളരെ ബഹുമാനമാണ്. അത് ആ കാലഘട്ടത്തിലാണ് ഈ ഞാനിപ്പോൾ അത് മറ്റിച്ചൊരാരെയും നിന്ദിച്ചു പറയല്ല. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു നോക്ക് കാണാൻ, സിനിമക്കാരെ കാണാൻ ചെറുതുരുത്തി പൈങ്കുളത്ത് നിന്ന് ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല ഇവരെ കാണാൻ. ഷീല, നസീർ, ഉമ്മറയുള്ള കാലത്ത് അവരൊക്കെ വന്നുള്ള. പക്ഷെ അതേസമയം ഈ മോഹൻലാലിൻ്റെ കമലദളൊക്കെ വന്നതോട് കൂടിയിട്ട് സിനിമാ ലോകവും കലാമണ്ഡലവും കഥകളി കലാകാരന്മാരും വളരെ ക്ലോസായി തന്നെ പറയാം. എപ്പോഴും ഫ്രീഡമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാനും അവരെ സന്തോഷത്തോട് സ്വീകരിക്കാനുമുള്ള ഒരു മനസ്ഥിതി പോലും സിനിമാക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മോഹൻലാൽ അർപ്പണം ആ കഥകളിയോടുള്ള ഒരു വേറൊന്ന് പറയാച്ചാൽ കഥകളിയിൽ ഇത്രത്തോളം ദൃശ്യഭംഗി ഉണ്ട് എന്ന് ഈ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണക്കാരാരും അന്ന് കഥകളി കാണില്ല. ഇത് ആഢ്യന്മാരുടെ കഥയാണെന്നും അന്ന് ആ ഒരു കഥകളിക്ക് നാളിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനൊരു ദൃശ്യഭംഗി, ഒരു അമാനുഷികമായ വേഷങ്ങളുള്ള നല്ലൊരു ആർട്ട് ഫോം കേരളത്തിലുണ്ട് എന്നുള്ളത് വിദേശികരാണ് ആദ്യം നമ്മളെ മനസ്സിലാക്കിയത്. എങ്കിലും ഈ നാട്ടിലുള്ള സാധാ ജനങ്ങളെ വാനപ്രസ്ഥത്തിലൂടെ കഥകളി എന്ന ഒരു കലാരൂപത്തിൻ്റെ ദൃശ്യഭംഗി മോഹൻലാലിനെ സമർപ്പിക്കാൻ സാധിച്ചു. അത് മറ്റൊരു നടന് സാധിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ ത്യാഗമാണ്, അത് അദ്ദേഹത്തിലുള്ള അതിൻ്റെ ഭക്തിയാണ്, ആ കലയോടുള്ള ബഹുമാനമാണ്
അതാണ് എനിക്ക് തോന്നിയത്. കലാചാര്യന്മാരോട് എന്നോട് വളരെ സ്നേഹം. നല്ലൊരു പച്ചയായ ഒരു മനുഷ്യനൊരു മോഹൻലാലിനെ ഈ വലിയ അവാർഡ് കിട്ടിയപ്പോൾ, ആ അവാർഡ് കിട്ടിയപ്പോൾ കേരള ഗവൺമെൻറ് അദ്ദേഹത്തിനെ ആദരിക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ ആ ആദരിക്കാൻ നിശ്ചയിച്ചപ്പോൾ ആ പരിപാടിയിൽ ആദ്യം ഗുരുവന്ദനം എന്നുള്ളൊരു പരിപാടി നിശ്ചയിച്ചു ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഗുരുവന്ദനം എന്നുള്ള പരിപാടിയിൽ കഥകളി ആചാര്യൻ ഗുരുവന്ദനം എന്നുള്ള എന്നെ കൊണ്ടുവരണമെന്നും അതേസമയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത പടത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യം ചെയ്ത പടം തെരനോട്ടാണ്. തെരനോട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേര്. അങ്ങനെ ഒരാൾ കവിത എഴുതി അദ്ദേഹത്തിനെ കുറിച്ച്. ആ കവിത ഞാനത് കഥകളി രൂപത്തിൽ കമ്പോസ് ചെയ്തിട്ട് അവിടെ അവതരിപ്പിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തെ നരസിംഹമാകും അതൊക്കെ പറഞ്ഞിട്ട് അത് അഭിനയിക്കലും ആ രംഗത്ത് തന്നെ അദ്ദേഹം വന്ന് എന്നെ ആദരിക്കലും ഉണ്ടായി. അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന് എന്നെ ഇത് ചെയ്ത് അദ്ദേഹം വരും ഇത്രത്തോളമൊക്കെ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുഭക്തി അത് അത്ഭുതം തന്നെയാണ്. ഈ കലാസ്ഥാപനം നിളാതീരത്ത് അത് വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഞാനൊക്കെ പഴയ കലാമണ്ഡലത്തിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ആ പുഴയിൽ ഉഴിച്ചിലും അതെല്ലാം കഴിഞ്ഞ് പുഴയിൽ കുളി കഴിഞ്ഞിട്ടുള്ള അഭ്യാസം, നല്ല അന്തരീക്ഷം. അവിടെ തന്നെ ഉണ്ട് ആയുർവേദ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു നിളാതീരത്ത്, സമാജം, അങ്ങനെ ഒരു അതൊക്കെ ഈ നിളാതീരത്തൊക്കെ ഉണ്ടാവും. എല്ലാം കൊണ്ടും ഈ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതായ അന്തരീക്ഷമാണ് ഈ പുഴ തീരങ്ങൾ. അപ്പോൾ ഈ നിളാതീരത്തിൽ മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ചത് കൊണ്ട് കഥകളിയെ കഥകളിക്ക് പുനർജന്മം തന്നെ കിട്ടി. നിളാതീരമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ അന്തരീക്ഷം എങ്ങോട്ട് ഒരു ടൗൺ ഭാഗത്ത് കൊണ്ട് സ്ഥാപിച്ചാൽ കിട്ടിയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നി. അതും ഇന്നും നമ്മുടെ മനസ്സിൽ ആ കാലഘട്ടം മറക്കാൻ സാധിക്കാതെയാണ് നിൽക്കുന്നത്. 41 നദികളിൽ നമ്മളിപ്പോ 41 നദികളിൽ ഏറ്റവും കേരളത്തിലുള്ള ഇത്രയും നദികളിലും നിളാ നദിയുടെ ഒരു പ്രസക്തി എന്താണ്? നിളാ നദിയുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ നിളാതീരം എടുത്താൽ, നിളാതീരം ആദ്യം പറയുന്നത് ശരിക്കും പാണ്ഡവന്മാരുടെ ഒരു തുടങ്ങി തിരുവല്ലാമലയിൽ പാണ്ഡവന്മാരവിടെ തർപ്പണം എല്ലാം കഴിഞ്ഞ് പിതൃതർപ്പണം ചെയ്തു. ആ തിരുവല്ലാമലയിലുള്ള ഉടനീളമുള്ള നിളാതീരത്തിൻ്റെ 2 ഭാഗത്തും ഉള്ള കലാപരമായ സ്ഥാപനങ്ങളും ആയുർവേദ കേന്ദ്രങ്ങളും ധാരാളമുണ്ട്. അതെല്ലാം നല്ലൊരു അന്തരീക്ഷമാണ്. ആ കലയ്ക്കും ആയുർവേദത്തിനും പറ്റിയ അന്തരീക്ഷം ഒരു പുഴയുടെ തീരം തന്നെയാണ്. അത് വേറെ എവിടെയും ആ ഒരു സുഖം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നാറേരിമല ഏകദേശം അടുത്താണ്, പട്ടാമ്പിക്ക് അടുത്താണ് നാറേരിമല. ഒരു കളിയോഗം ഈ കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് മുമ്പ് കളിയോഗങ്ങളായിരുന്നു. ഇല്ലങ്ങൾ, ഓരോരോ ഇല്ലങ്ങളിൽ ഓരോരോ കളിയോഗങ്ങൾ. അപ്പോൾ ആ കളിയോഗം പോയി കഥകളി നടത്തും, വർഷക്കാലത്ത് അഭ്യാസം നടത്തും. അതെല്ലാം ഈ നിളയുടെ തീരങ്ങളിലുള്ള ഇല്ലങ്ങളിലായിരുന്നു. അല്ലാതെയും കുറച്ച് ഉണ്ട്, എന്നാലും ഏകദേശം കൂടുതൽ അടുപ്പുള്ള ആള്. ഈ കളിയോഗങ്ങളിലുള്ള കാലത്ത് ഉദാഹരണം ഞാൻ പറയാച്ചാൽ നാറേരിമനയ്ക്കിലെ ഒരു കളിയോഗം എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. പട്ടിക്കാന്തൊടി രാമണ്ണി മേനോന്റെ ശിഷ്യനായ തേക്കുംകാട്ടിൽ രാമണ്ണി മേനോശാനാണ് ഈ നാറേരിമനയ്ക്കിലെ കൂടല്ലൂർ മനയ്ക്കിലെ അധ്യാപകൻ ആയിരുന്നത്. അത് എൻ്റെ ഗുരുനാഥൻ ഗോപിയാശാൻ ആ നാറേരിമനയ്ക്കിൽ നിന്നാണ് അഭ്യാസം തുടങ്ങിയത്. പിന്നെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തു. അതിൻ്റെ മുമ്പേ
പെരിങ്ങോടായിരുന്നു കളിയോഗം നിന്നും പെരിങ്ങോട്ടെ കളിയോഗം കൂടല്ലൂർ മനക്കിലേക്ക് വന്നതാണെന്നും അവിടുന്ന് കൂടല്ലൂർ മനക്കിൽ അനവധി അഭ്യാസങ്ങൾ അനവധി ആൾക്കാർ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ അവന്മാരുണ്ട്. വി പി രാമകൃഷ്ണൻ നായർ നല്ലൊരു ആചാര്യനായിരുന്നു അദ്ദേഹം. ഗോവിയാശാന്റെ ഒപ്പം പഠിച്ച ആളാണ്. ഒപ്പം പഠിച്ചതല്ലോ. അവിടുത്തെ കളിയോഗം ഒരു കാലഘട്ടത്തിന് മുമ്പ് ഈ കാവുങ്കൽ കളിയോഗമുണ്ട്. നാരേരിമനയുടെ കളിയോഗം ഉണ്ടാവുന്നതിൻ്റെ മുമ്പേയും ഈ പെരിങ്ങോട് കളിയോഗത്തിൻ്റെ ഒക്കെ മുമ്പ് ചരിത്രം പറയാച്ചാൽ കാവുങ്കൽ കളിയോഗം ഉണ്ടായിരുന്നു. കാവുങ്കൽ കളിയോഗമായിരുന്നു ആ പ്രദേശങ്ങൾ ശങ്കരപ്പണിക്കർ ഭ്രഷ്ട് കൽപ്പിച്ച ശങ്കരപ്പണിക്കരുടെ കാലഘട്ടത്തിലെ കളി നടത്തിയിരുന്നത്. പിൽക്കാലത്ത് മാറി ഭ്രഷ്ട് കൽപ്പിച്ച അദ്ദേഹം പോയി ആ കളിയോഗം നിശേഷം ഇല്ലാണ്ടായി തീരുന്നതോട് കൂടിയിട്ടാണ് പൂഴിമണിക്കലും നാരേരിമണിക്കലും പൂഴിമണിക്കലെ കളിയോഗം നാരേരിമണിക്കൽ കൊടുക്കലും നാരേരിമണിക്കലെ കളിയോഗം അങ്ങനെ ഉണ്ടായാലും കോട്ടപ്പടി കളിയോഗം അങ്ങനെ അനവധി വെള്ളിനേഴി കളിയോഗം വെള്ളിനേഴി ഉണ്ടായിരുന്നു. പിന്നെ മങ്ങാട് അവിടെയും കളിയോഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ മനകളിലെ കളിയോഗങ്ങളിലും ഈ കലാമണ്ഡലം സ്ഥാപിച്ചപ്പോൾ അതൊരു അക്കാദമിക് തരത്തിലായി. മറ്റത് ഗുരുനാഥന്റെ ഗുരുകുല സമ്പ്രദായത്തിലാണ് ഈ കളിയോഗങ്ങളുടെ അഭ്യാസം. അത് സ്ഥാപനം വന്നോട് കൂടിയിട്ടാണ് ഈ ഗുരുനാഥന്റെ സമയത്തല്ല, അത് സ്ഥാപനത്തില് ഒരു നിയമം ഉണ്ടാക്കി. മറ്റത് ഗുരുനാഥന്റെ ഗുരുകുലും സ്ഥാപനം തമ്മിലുള്ള വ്യത്യാസം പറയാച്ചാൽ ഒന്ന് ഗുരുനാഥന്റെ എപ്പോഴാണോ സമയം അഭ്യസിപ്പിക്കലും സ്ഥാപനമായി വരുമെന്നോട് സ്ഥാപനത്തിൽ ഒരു ചിട്ട വെക്കണം, ടൈം വെക്കണം. അതാണ് അപ്പൊ അത് കാലത്തിനനുസരിച്ചിട്ട് ഈ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്തിന് ഈ സ്ഥാപനവൽക്കരണം വന്നതോടുകൂടി സമയത്തിനൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും പോയി സ്ഥാപനം പോയി യൂണിവേഴ്സിറ്റി അപ്പോൾ സ്കൂൾ കോളേജ് അങ്ങനെ ആകുമ്പോൾ വീണ്ടും അത് മാറി ടൈമിനൊക്കെ മാറ്റം വളരെ വന്നിട്ടുണ്ട്. ഞാൻ രാത്രി ക്ലാസ് ഉണ്ടായിട്ട് പഠിച്ച ആളാണ്. പക്ഷെ എൻ്റെ അവസാനത്തെ വർഷമാകുമ്പോഴേക്കും 5ാം വർഷമാകുമ്പോഴേക്കും ഈ രാത്രി ക്ലാസ് അവിടെ വേണ്ടെന്ന് വെച്ചു. അത് എന്താണ് അതിൻ്റെ സംഭവം വെച്ചാൽ ശരിക്കും സത്യത്തിൽ എന്താ വെച്ചാൽ ആശാമാർക്ക് വൈകുന്നേരത്ത് കളിക്ക് പോകാനല്ല, ഞാൻ 40 കുട്ടിയും 20 അധ്യാപകന്മാരുള്ള ഒരു കാലഘട്ടത്തിൽ ഉള്ള സ്ഥാപനം വളർന്നു, കുട്ടികളും വർദ്ധിച്ചു, ആശാമാരും വർദ്ധിച്ചപ്പോൾ ടോട്ടൽ സമയത്തിൻ്റെ അഭ്യാസം കൊടുക്കാൻ കുട്ടികൾക്ക് അപ്പോൾ കളരികളുടെ കുറവ് അങ്ങനെ വന്നപ്പോഴാണ് ഈ സമയം മാറ്റി ഉച്ചയ്ക്ക് ശേഷം കലാഭ്യാസം ഉണ്ടായിരുന്നില്ല ഞാൻ പഠിക്കുന്ന കാലത്ത്. അത് മാറ്റി ഉച്ചയ്ക്ക് ശേഷം കാലത്തും അഭ്യാസം. രാത്രി ക്ലാസ് വേണ്ട, രാത്രി ക്ലാസ്സിന് സമയം ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തു. ഒരിക്കലും വെളുപ്പാങ്കാലത്തെ ക്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല. കാലത്തെ ക്ലാസ് 1 മണി വരെയുള്ള ക്ലാസ് കഴിഞ്ഞാൽ ഈ രാത്രി ക്ലാസ് എന്നുള്ള ആ രാത്രി ക്ലാസ്സിന്റെ സമയം ഉച്ചയ്ക്ക് ശേഷമായി മാറ്റുകയാണ്. അതിങ്ങനെ ഷിഫ്റ്റ് സമ്പ്രദായം എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്കത്തുള്ള അതാണ് അന്ന് ചെയ്തത്. അല്ലാണ്ട് വൈകുന്നേരത്തെ ആശാന്മാർക്ക് കളിക്ക് പോകാനോ അതൊക്കെ അന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയ അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സാധാരണക്കാരൻ കഥകളി കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാതെ ഒരാള് കഥകളിയെ കാണാൻ വന്നിരുന്ന അയാൾക്ക് മനസ്സിലാവില്ല. ഇത് കാണുമ്പോൾ ഇതൊരു ഭൂതം എന്നുള്ള അതേ ഉള്ളൂ. ശരിക്കും കഥകളി കാണണമെങ്കിൽ കഥ മനസ്സിലാക്കണം, ഇതിൻ്റെ ആ കഥകളിയുടെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അത് ശരിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് പാട്ടോ മേളോ ജന്മവാസന ഉണ്ടെങ്കിൽ അതിൽ ആസ്വദിക്കാം. നല്ല പാട്ടുകളുണ്ട്, മേളമുണ്ട്, അത് ആസ്വദിക്കാം. കഥകളി എന്നുള്ള സാധനം ശരിക്കും ആസ്വദിക്കാൻ അതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. മുമ്പ് ഒരു ഫുൾ നൈറ്റ് കളിയാണ്. രാത്രി 9 മണിക്ക് വിളക്കുവെച്ചാൽ വിളിച്ചവരെ കളിയാണ്. അന്ന് വേറെ ഈ കാണുന്നവർക്ക് വേറെ ചുമതലകളൊന്നുമില്ല. വെളിച്ചാവുന്നിരുന്ന് കളി കളിക്കാർക്കും അതെ. പക്ഷെ കാലം മാറിയപ്പോ അത് സമയം കുറച്ചു.
3 മണിക്കൂർ കളിയായി തുടങ്ങി. ഇപ്പോൾ മിക്കതും അപൂർവം ചില അമ്പലങ്ങളിലാണ് ഇപ്പോൾ ഫുൾ നൈറ്റ് കളി. അവിടെ കളി കളിച്ചാൽ ആൾ കുറവാകും രണ്ടാമത്തെ കഥയ്ക്കൊക്കെ. ശരിക്ക് നല്ലത് ഇന്ന സമ്പ്രദായം തന്നെയാണ്. ഒരു 3 മണിക്കൂർ, അത് 3 മണിക്കൂർ ആണ് ഒരു കഥ, സാമാന്യ ഒരു കഥക്ക് അത് കണ്ടു പോവുക. അതിനും കൂടി ഇന്നത്തെ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞിരിക്കുന്നു. മാക്സിമം ഒരു നമ്മളൊരു തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ 2.5 മണിക്കൂർ നമ്മൾ സിനിമ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഈ 2.5 മണിക്കൂർ സിനിമ കണ്ടിരിക്കാൻ പറ്റൂ. ഷോർട്ട് ഒരു മണിക്കൂറൊക്കെ കണ്ടാൽ തന്നെ ആ മനസ്സിൻ്റെ കയ്യിൽ എന്ന പോലെ തന്നെ കഥകളി കാണാനും ആൾക്കാർക്ക് കാണുന്നവരുടെ മനസ്ഥിതിയും അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പാകത്തിന് ഇത് ആസ്വദിക്കാൻ പാകത്തിന് ഇതിനെ ഷോർട്ടാക്കിയിട്ട് കാണിക്കും തോറും ഇതിന് കൂടുതൽ പ്രശസ്തി കൂടുകയും ചെയ്യുക. 1.5 മണിക്കൂർ മതി, അത് നല്ല പെർഫെക്റ്റായി ഇരുന്ന് കണ്ടു ആസ്വദിച്ചു പോകും. ഇപ്പോൾ വിദേശത്തൊക്കെ ധാരാളം പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. അവിടേക്ക് എന്താ ടൈമാണ്, വളരെ കുറച്ച് സമയത്ത് അതുള്ളത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് തുടങ്ങിയാൽ ഒരാൾ എണീറ്റ് പോകാൻ പാടില്ല. വളരെ ഡിസിപ്ലിനായിട്ട് കാണുകയും അത് കഴിഞ്ഞു പോവും. അതിലാണ് ശരിക്കും ആസ്വദിക്കല്. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോവുക, സമയം കുറഞ്ഞുമ്പോൾ ഓരോ ഇന്നത്തെ കാലഘട്ടം അതൊരു പെർഫോമിങ് ചെയ്യുമ്പോൾ നടന്മാരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവരുടെ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു കഥാപാത്രം ഒരു കലാകാരൻ രംഗത്ത് ചെയ്യുമ്പോൾ മുന്നിലിരിക്കുന്ന കലാകാരന്മാർ ആസ്വാദകരെ ശരിക്കും കാണും. ഈ ആസ്വാദകർക്ക് വേണ്ടിയിട്ടാണ് കലാകാരനെ സംബന്ധിച്ച് രംഗത്ത് ചെയ്യുമ്പോൾ ആസ്വാദകരെ ശ്രദ്ധിക്കാൻ പാടില്ല എന്നും കഥാപാത്രം ആവണം എന്നൊക്കെ ആചാര്യന്മാരുടെ നിയോഗം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ശാസ്ത്രമെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഒരു ചലനങ്ങൾ മുമ്പൊന്ന് പോവേ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാവേ അതൊക്കെ ഈ കഥാപാത്രത്തിൻ്റെ കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഭാവത്തിന് ഹാനികരമാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് വരും. അപ്പോൾ ഡിസിപ്ലിൻ എന്നൊരു സബ്ജക്റ്റ് എടുക്കുക വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ രംഗമായിക്കോട്ടെ ഓഡിയൻസ് ആയിക്കോട്ടെ നിശബ്ദമായിട്ടിരുന്ന് സിനിമ ടാക്കീസിൽ ചെറിയ സിനിമയാണ് നിശബ്ദമായി പോകുന്നത് പോലെയുള്ള ഒരു സമ്പ്രദായത്തിൽ കൂടെ അതുകൊണ്ട് സമയം കുറച്ച് കഥകളി അവതരിപ്പിച്ചാൽ ഒരു തെറ്റുമില്ല. അതാണ് നല്ലത്. അതാണ് വിദേശങ്ങളിൽ എനിക്ക് ഇപ്പോൾ ഞാൻ അനവധിക്കല് 45 മിനിറ്റ് 58 പ്രാവശ്യം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയെല്ലാം സമയം വളരെ കുറവാണ്. പക്ഷെ ആ സമയം കുറവ് എസൻസ് എന്താണ് ആ കഥകളിയുടെ അത് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ച് പൂർണ്ണമായിട്ട് അവരുടെ മുമ്പിൽ പ്രസന്റേഷൻ ചെയ്ത് അവർക്കത് കണ്ട് ആസ്വദിച്ച് അപ്ലാസ് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പം നമുക്കതിലൊരു കൃതാർത്ഥത ഉണ്ടാവും. 45 മിനിറ്റാണ് നമുക്കൊരു കഥ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ആ 45 മിനിറ്റിൽ ആ കഥയിൽ എന്താണ് ജനങ്ങൾ ആ കഥയുടെ എസൻസ് എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാൻ പാകത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് പ്രസന്റേഷൻ ചെയ്താൽ അപ്ലാസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു 4 മാസം മുമ്പ് ഉണ്ടായി ഡൽഹിയിൽ നളചരിതം 45 മിനിറ്റാണ് സമയം പറഞ്ഞത്. ആ 45 മിനിറ്റിൽ അത് ആ നളചരിതം 4-ാം ദിവസത്തെ എന്താണ് എന്നുള്ള പ്രസന്റേഷൻ ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് എന്തായി ഇപ്പൊ വീണ്ടും വന്നിട്ട് ഒക്ടോബറിൽ അതേപോലെ തന്നെ 45 മിനിറ്റ് നളന്റെ ഭാഗം ചെയ്യണം, ബാഹുകന്റെ ഭാഗം ചെയ്തു, നളന്റെ ഭാഗം ചെയ്യണം. അപ്പൊ അവർക്കും ഇത് കാണുമ്പോൾ ഏത് കഥയായിക്കോട്ടെ ആ കഥ വളരെ ചുരുക്കി അതിൻ്റെ കണ്ടന്റ് എന്താണ് അതിൻ്റെത് എന്നുള്ളത് ഒരുപാട് അവരെ തോന്നുന്ന മനോധർമ്മങ്ങൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് കഥകളി പഠിച്ച് നല്ലോണമുള്ള ആസ്വാദകരെ സംബന്ധിച്ച് പെട്ടെന്ന് കാണിക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുള്ളൂ. സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സാധാരണ ഒരു കഥകളി ആസ്വാദകരെ സംബന്ധിച്ച് ഇത് എന്താണ് എസൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 45 മിനിറ്റാണ് നമ്മൾ രംഗത്ത് അവതരിപ്പിക്കുള്ളൂ എങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 മണിക്കൂർ മുമ്പ് ഈ വേഷം കെട്ടാൻ തുടങ്ങണം.
കാരണം അത്രത്തോളം സമയം എടുത്തത് ഭയങ്കര വൃത്തിയിൽ ഭയങ്കരമായിട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഇന്ന് സ്റ്റേജിലൊക്കെ ഭയങ്കരമായ ലൈറ്റ്, പണ്ട് ഇത്ര ലൈറ്റ് നിലവിളക്കിൻ്റെ മുകളിലാണ്. ഇന്ന് കലാകാരൻ്റെ ചെറു വിരലോ എന്തെങ്കിലും ചലനം, ചെറിയ ചെറിയ ചലനങ്ങൾ പോലും വളരെ കാണാനുള്ളതായുള്ള സംവിധാനം സ്റ്റേജിലുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചും കൊണ്ട് ഒരുങ്ങി രംഗത്ത് വരേണ്ടതാണ്. അപ്പോൾ ഒരു 5 മണിക്കൂർ മുമ്പ് രംഗത്ത് അണിയറയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രഷായിട്ട് വളരെ സംതൃപ്തിയായിട്ട് മനസ്സൊക്കെ പിടിച്ച് വളരെ രംഗത്തേക്ക് ആ കഥാപാത്രമായിട്ട് രംഗത്ത് വരാൻ സാധിക്കുള്ളൂ. കുറച്ച് നേരെ ഉള്ളൂ എങ്കിലും ഇല്ല ഒരുങ്ങൽ കൂടുതൽ. അത് കഥകളിക്ക് മാത്രം, കഥകളി കൂടിയാട്ടത്തിനല്ല, കഥകളിക്കാണ് കൂടുതൽ സമയം വരുന്നത്. ഒരു കാലഘട്ടത്തിൽ കഥകളി എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചാൽ ജീവിതമാർഗം ഇല്ല. അതിപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിനൊരു ശാശ്വത പരിഹാരം കേരള ഗവൺമെൻറ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം ഈ കഥകളിക്ക് ഇത്രയും പ്രചാരം വരാൻ കാരണം വിദേശത്ത് കഥകളി അവതരിപ്പിക്കാൻ തുടങ്ങിയത് മുതലാണ്. 1967 ശേഷമാണ് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയത്. കാരണം അന്ന് 4.5 മാസം വിദേശത്ത് രാമായണം, മഹാഭാരതം, ഭാഗവതം 2.5 മണിക്കൂർ എഡിറ്റ് ചെയ്ത് പരിപാടി അവിടെ വെച്ച് അവിടുന്ന് വിദേശികൾ ധാരാളം കേരളത്തിൽ വന്നതോട് കൂടിയിട്ടാണ്. അതിൻ്റെ മുമ്പ് ധാരാളം പരിപാടി വിദേശത്തൊക്കെ ചെയ്യുന്നത്, വള്ളത്തോളിൻ്റെ കാലത്തൊക്കെ സിംഗപ്പൂരും അവിടെയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട്. MKK നായരുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വിദേശയാത്ര നടത്തിയതിന് ശേഷമാണ് ഇത്രയും പബ്ലിസിറ്റി വന്നത്, കഥകളിക്ക് പ്രചാരം. പിന്നെ ഉണ്ടായ സബ്ജക്റ്റ് വെച്ചാൽ TM ജേക്കബിൻ്റെ കാലത്താണ് യുവജനോത്സവം എന്നുള്ളൊരു സബ്ജക്റ്റ് വരികയും നമ്മുടെ കലാവിഷയങ്ങൾ നമ്മളുടെ സ്കൂൾ സബ്ജക്റ്റിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കരിക്കുലത്തിൻ്റെ തകരാറാണെന്ന് പറയാൻ പാടുമോ എനിക്ക് ശരിയ. പക്ഷേ ഈ കരിക്കുലം ഉണ്ടാവും നമ്മുടെ ഒരു സംസ്കാരം കൂടി ചേർന്നും കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു എങ്കിൽ, നമ്മുടെ ഈ ആർട്ട് ഫോമൊക്കെ ഇതിൽ ചേർത്തിട്ടാണെങ്കിൽ കഥകളിയും വന്നു. അതില്ല. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി അത്തരം കാര്യങ്ങൾക്കാണ്. അപ്പൊ അതിന് അങ്ങനെയുള്ള വിദ്യാഭ്യാസ ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് യുവജനോത്സവത്തിൻ്റെ വരവ്. അത് നമ്മുടെ ജനറേഷനെ കലാപരമായിട്ടും വളരെ ഉപകാരമായിട്ട് നമ്മുടെ കഥകളി, മോഹിനിയാട്ടം, അങ്ങനെ ആർട്ട് ഫോം കുട്ടികൾക്ക് ഒരു ജനമാവലും വളരെ അത് കൂടുതൽ സന്തോഷവും രക്ഷിതാക്കൾക്കും വളരെ സന്തോഷമാവുകയും അത് വളരെ പ്രചാരമായി വന്നു. അനവധി കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങി കുറെ പേര് ഈ സിനിമ വന്നോടുകൂടി സിനിമയിലേക്ക് പോകുമ്പോഴൊക്കെ ആയി. പക്ഷെ അതിൽ നിന്നും കലാകാരൻ ഉണ്ടാവണില്ല. കലാകാരൻ അവിടെ നിന്നും ഉണ്ടാവില്ല. കലാകാരൻ ഉണ്ടാവണമെങ്കിൽ കളരിന്ന് പഠിച്ച് രംഗത്ത് പെർഫോമൻസ് ചെയ്ത് അതിന് വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള സമ്പ്രദായം ഉണ്ടെങ്കിൽ മാത്രമേ കലാകാരനുണ്ടാവും. പക്ഷെ ഒരുപാട് പഠിച്ചിറങ്ങിയ കലാകാരന്മാർക്ക് ഒരു ആശ്രയമായിരുന്നു ഈ യുവജനോത്സവ വേദി. നല്ല തിരക്കായി കഴിഞ്ഞു. അതുകൊണ്ട് ജീവിതം കൊണ്ടു നടക്കുന്ന അനവധി കലാകാരന്മാർ അതിൽ നല്ല കാര്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥകളി കലാകാരന്മാരെ സംബന്ധിച്ച് വർഷക്കാലം ഒഴിച്ചില്, വേനൽക്കാലത്ത് പരിപാടി നടത്തിയ ക്ഷീണം തീരാനാണ് വർഷക്കാലത്ത് കഥകളി ഉഴിച്ചിൽ നടത്തും. അത് കഥകളിയിലെ ഒരു ഉഴിച്ചിൽ നടത്തുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഒരു കാലഘട്ടത്തിന് ശേഷം അത് എല്ലാവരും ശരീരപുഷ്ടി ഉണ്ടാകാൻ ആയുർവേദ ഉഴിച്ചിൽ നടത്തൽ തുടങ്ങി. അത് ശരിക്കും നല്ല കാര്യമാണ്. കാരണം കഥകളി ഉഴിച്ചില് അഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉഴിച്ചിലാണ്. ശരീരത്തിന് പുഷ്ടി വരണമെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിലനിൽപ്പ് വേഷം കെട്ടിയിട്ട് ഉടനീളം ഓടണമെങ്കിൽ അതിൻ്റെ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ, അതിന് ആരോഗ്യം ഉണ്ടാകാൻ
ആയുർവേദ ചികിത്സ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആചാര്യന്മാരൊക്കെ വർഷക്കാലത്ത് ഈ ആയുർവേദ ചികിത്സ ചെയ്യാറുണ്ട്. കോട്ടക്കലും കോയമ്പത്തൂരും. പിന്നെ ഇപ്പം ധാരാളമായി അവിടെ നിങ്ങളുടെ ശാഖകളായിട്ട് അനവധി ദിക്കിൽ ആയുർവേദത്തിൻ്റെ പ്രചാരം, ആയുർവേദത്തിന് നല്ല പ്രചാരമായി, ആയുർവേദ ചികിത്സയായി പലരും കഥകളി കലാകാരന്മാർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഈ ശരീരത്തിൻ്റെ ഒരു മറ്റൊക്കെ 60 വയസ്സിന് അസുഖക്കാരും അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ അതൊക്കെ ആ ആയുർവേദ ചികിത്സ കൊണ്ട് വളരെ ആയുസ് തന്നെ ഉണ്ടായിട്ട് തീർന്നിട്ടുണ്ട് ആചാര്യന്മാരൊക്കെ തന്നെ. കഥകളിയിലെ ശരിക്ക് അഭ്യാസം തുടങ്ങിയത് കളരിപ്പയറ്റ് എന്നാണ്. കളരിപ്പയറ്റിലെ മെയ്യ് ഉറപ്പടവ്, മെയ്യ് ഉറപ്പിക്കാനുള്ള അടവ്, ഇത് കളരിപ്പയറ്റ് എന്നിട്ടാണ്. ഒരു കാലഘട്ടത്തിൽ കളരിയായിട്ടുള്ള ബന്ധമാണ് ഈ അഭ്യാസത്തിന് വന്നത്. ശരീരങ്ങളെ, മനുഷ്യ ശരീരത്തിനെ അല്ലാത്ത തരത്തിൽ രൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ കളരിപ്പയറ്റിലെ ഉഴിച്ചിലും ആയിട്ട് അഭ്യാസം എല്ലാം വേണം. അങ്ങനെ ആദ്യം കളരിപ്പയറ്റായിട്ട് വളരെ ബന്ധമുണ്ടെന്നല്ല, ആ ശരീര ചലനങ്ങൾക്കും വേണ്ടി കളരിപ്പയറ്റിലെ അടവുകൾ, കളരിയിലെ അടവുകൾ പലതും കഥകളിക്ക് ധാരാളം ഉണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. 2 വ്യത്യാസം. ഒന്ന്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് കളരിപ്പയറ്റ്. കഥകളിയിലെ എന്താ വെച്ചാൽ അത് ആർട്ട് ഫോമാണ്, ഭംഗിക്കാണ്. അപ്പൊ അത് വേർതിരിച്ച് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും അറിയാം. കാലടവ് എന്ന് പറഞ്ഞാൽ കാല് വീശുക. ആ കളരിപ്പയറ്റിൽ കാല് വീശുന്ന പോലെ കഥകളിയിൽ കാല് വീശണ്ട. കഥകളിയിൽ ഭംഗിക്കാണ്, ദൃശ്യ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് കഥകളിയിൽ. മറ്റത് ആയോധന, മറ്റ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് രണ്ടും. കഥകളിയിലെ ഉഴിച്ചിലും മെയ്യുറപ്പടവും ഒക്കെ കളരിപ്പയറ്റിൽ നിന്ന് വന്നതാണ്. കഥകളി എന്നുള്ളൊരു കല ഉണ്ടായിത്തീരുന്ന രാമനാട്ടത്തിൽ നിന്നാണ്. ഈ രാമനാട്ടത്തിനെയാണ് കഥകളി എന്ന് പറയുന്നത്. അപ്പോൾ രാമനാട്ടം എന്നുള്ളത് ആരും കണ്ടോരില്ല. ആ രാമനാട്ടത്തിൽ നിന്നും കോട്ടയത്ത് തമ്പുരാനാണ്, കോട്ടയത്ത് തമ്പുരാന്റെ 4 ആട്ടക്കഥകള്, ക്രിമീരവധം, കാലകേതം, കല്യാണ സൗന്ദര്യം, ഭഗവതം, ഈ 4 ആട്ടക്കഥകള് രംഗത്ത് വന്നോടുകൂടിയിട്ടാണ് കഥകളി എന്നുള്ള പ്രചാരം ഉണ്ടായിരുന്നത്. കഥകളി എന്ന് പറഞ്ഞാൽ ആദ്യം കോട്ടയത്ത് തമ്പുരാന്റെ 4 ആട്ടക്കഥകളാണ്. രാമനാട്ടം എന്ന് പറഞ്ഞത് രാമായണ കഥ. രാമനാട്ടാണ് പിൽക്കാലത്ത് ഈ രാമായണ കഥകൾ ഇത് കൊണ്ടുവന്നത്. അവിടുന്ന് വന്ന ഒരു ആർട്ട് ഫോം ഉണ്ടായിത്തീരുന്ന എങ്ങനെയാ വെച്ചാൽ, തുടങ്ങിയ കാലം രാമനാട്ടം. ആ രാമനാട്ടത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ 2 സമ്പ്രദായം ഉണ്ടായി. കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്പിളിങ്ങാടൻ സമ്പ്രദായം. കപ്പിളിങ്ങാടൻ സമ്പ്രദായം വെച്ചാൽ കപ്പിളിങ്ങാട് നമ്പൂരി ഉണ്ടാക്കിയ സംഭവം, അത് ഭാവപ്രധാനമായിട്ടുള്ളതാണ്. കല്ലടിക്കോടക്കാൻ സമ്പ്രദായം അഭ്യാസപ്രധാനമാണ്, ഭാവത്തിനേക്കാൾ കൂടുതൽ അഭ്യാസം. വടക്കൻ മലബാറിലാണ് ഈ കല്ലടിക്കോടൻ സമ്പ്രദായം ധാരാളം ഉണ്ടായത്. അഭ്യാസ ഭയങ്കര, അത് കളരിപ്പയറ്റുള്ള ആൾക്കാരാണ് കൂടുതൽ, അവർക്കൊക്കെ കളരി അറിയാം. അങ്ങനെയല്ല സ്വതവേ കഥകളി കലാകാരന്മാർ പൊതുവെ ശരിക്കും പറയാച്ചാൽ ഈ കളരിപ്പയറ്റ് ഭടന്മാരായിരുന്നു എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഈ ഭടന്മാരെച്ചാൽ യുദ്ധത്തിന് ചെയ്യുക. അപ്പൊ അഭ്യാസമൊക്കെ ഉണ്ടാവും. അവരാണ് ഈ കലാകാരന്മാരായി തീരുന്നതെന്ന് പറയാം. കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്പിളിങ്ങാടൻ സമ്പ്രദായം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിൽ 2 വശവും ഉണ്ട്. ഒന്ന് അഭ്യാസപ്രധാനം, ഒന്ന് അഭിനയപ്രധാനമാണ്. കൂടിയാട്ടത്തിനോട് സമാനത, മറ്റൊന്ന് കൃഷ്ണാട്ടനോട് നൃത്തത്തിന്. ഇതിന്ന് രണ്ടിന്നും ഉണ്ടായിത്തീർന്ന ഒരു സമ്പ്രദായമാണ് കല്ലുവഴി സമ്പ്രദായം. അത് കല്ലൂരി ഇട്ടിരാലിശം എന്നാണ് അതിൻ്റെ ഈ സമ്പ്രദായം തുടങ്ങാൻ കാരണം. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പട്ടിക്കാന്തൊടി രാവണ്യമേനോനാശാണ് കല്ലൂരി സമ്പ്രദായം ഇന്ന് കാണുന്ന അതിൻ്റെ ആ ഭംഗി ഉണ്ടാക്കി തീർക്കാൻ
ഒരു പുരുഷായുസ് മുഴുവൻ എത്തിച്ച ആചാര്യൻ. അങ്ങനെ കല്ലൂഴി സമ്പ്രദായം ഉണ്ടായി. അപ്പൊ ഈ കല്ലൂഴി സമ്പ്രദായത്തിൽ കൂടെ ആകുമ്പോഴേക്കും കലാമണ്ഡലം തുടങ്ങിയത് കല്ലൂഴി സമ്പ്രദായത്താണ്. കപ്ലിങ്ങാട് സമ്പ്രദായം തെക്കൻ ഭാഗത്തായിരുന്നു. അത് പല വ്യത്യസ്തമായ തരത്തിലുള്ള കപ്ലിങ്ങാട് തെക്കൻ സമ്പ്രദായത്തിൽ അങ്ങനെയും വളർന്നു വന്നു. കല്ലടിക്കോടൻ സമ്പ്രദായം ആ ഭാഗത്ത് കഥകളി ഇല്ലാണ്ടായി തീർന്നപ്പോൾ നിശേഷം നശിച്ചു. അവർ പൂർവ്വം ഒന്നോ രണ്ടോ ആളാണ് ഇപ്പോഴും. പക്ഷെ കപ്ലിങ്ങാട് സമ്പ്രദായം ഇപ്പൊ തെക്കൻ സമ്പ്രദായം എന്നുള്ളതൊക്കെ തിരുവിതാംകൂർ ഭാഗത്ത് ധാരാളം കഥകളിയും അങ്ങനെ അത് നശിച്ചു പോവാണ്ട് നിന്നു. കലാമണ്ഡലം സ്ഥാപിച്ചോട് കൂടിയിട്ട് കല്ലൂഴി സമ്പ്രദായത്തിന് ഭയങ്കര പ്രശസ്തിയും അനവധി ശിഷ്യരും ഗുരു ഗോപിനാഥ, കൃഷ്ണൻ നായർ, ആ തലമുറ കുഞ്ചിനാരാശൻ, രാമകൃഷ്ണൻ, പത്മനാഭൻ നാശ, അങ്ങനെ അവരുടെ ഇങ്ങനെ പറഞ്ഞു അവർ ശിഷ്യരായിട്ട് കലാമണ്ഡലം വളർന്നു. അങ്ങനെയാണ് ഈ 3 സമ്പ്രദായം വന്നിരിക്കുന്നത്. കല്ലടിക്കോടൻ, കപ്ലിങ്ങാടൻ, അതിൽ നിന്നും മധ്യത്തിൽ കല്ലുവഴി സമ്പ്രദായം. ഇപ്പോ അത് പോയിട്ട് കലാമണ്ഡലം സമ്പ്രദായം എന്നുള്ളൊരു അതിലേക്ക് എത്തി വരുന്നുണ്ട്. മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കാലത്തിന്റെ അനുസരിച്ചുള്ള മാറ്റം ഈ കഥകളിക്ക് ധാരാളം വന്നിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ ഏത് ശൈലിയാണ് പഠിപ്പിക്കുന്നത്? കേരള കലാമണ്ഡലത്തിൽ ഇപ്പോ 2 ശൈലിയും പഠിപ്പിക്കും. അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന കല്ലുവഴി സമ്പ്രദായവും കപ്ലിങ്ങാട് സമ്പ്രദായം, തെക്കൻ സമ്പ്രദായം പറഞ്ഞ് വീണ്ടും അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി വന്നോട് സമ്പ്രദായം അതിന് പഴക്കം പറയാൻ ഒരു 30 കൊല്ലത്തെ പഴക്കേ പറയാൻ പറ്റൂ. അത്രയൊക്കെ അന്നാണ് തുടങ്ങിയത്. 79 തെക്കൻ സമ്പ്രദായം അവിടെ തുടങ്ങിയത്. 79, അതെ. അപ്പോ 79 തെക്കൻ സമ്പ്രദായം തുടങ്ങിയത്. പരമ്പരാഗതമായിട്ടുള്ള കല്ലൂഴി സമ്പ്രദായമാണ് അത്. കേരള കലാമണ്ഡലവും നിളാനദിയും നമ്മുടെ ഭാരതീയ സംസ്കാരവും കേരള കലാമണ്ഡലം നിളാനദി എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ, മഹാകവി വള്ളത്തോള് ലോക പ്രശസ്തിയിൽ ഇന്ന് വേൾഡിൽ ഏത് രാജ്യത്ത് പോയാലും ഈ കലാമണ്ഡലവും മഹാകവിയുടെ പേരും ഭാരതപ്പുഴയും അറിയാത്ത നാടുകളില്ല. എവിടെയെങ്കിലും പോയി അവർ ചോദിച്ചാൽ അവരിവിടെ വന്നു പോയിട്ടുണ്ടോ? ഓ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ് അവരിവിടെ സംസാരം ഉണ്ടാവാറ് എപ്പോഴും. അത് ആ അന്തരീക്ഷം, ആ നിളയുടെ അന്തരീക്ഷം, കലയുടെ ഒരു മഹത്വം, മഹാകവിയുടെ ഒരു പ്രശസ്തി. മഹാകവി അത് നല്ല സമയത്ത് നല്ലൊരു സമയത്ത് അന്ന് അവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് അത് ലോക പ്രശസ്തി അർജിച്ചു. കഥകളിയും ചെറുതുരുത്തി ഇത്രയും പ്രശസ്തി ഉണ്ടാവാൻ കാരണം കലാമണ്ഡലമാണ്, മഹാകവിയാണ്. ഈ കലാമണ്ഡലവും മഹാകവിയും വന്നതോടു കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെറുതുരുത്തി, ഭാരതപ്പുഴ എന്നുള്ള ആ പ്രദേശത്തിന് ഒരു ലോക പ്രശസ്തിയായിട്ട് മാറി. അന്ന് ഷൊർണൂരായിരുന്നു വലിയ പട്ടണം. പക്ഷെ ഇന്ന് ഷൊർണൂരിനേക്കാൾ മീതെയാണ് ചെറുതുരുത്തി. ജനങ്ങളെല്ലാം ആകെ അത്ഭുതപ്പെട്ടു. അതിൻ്റെ വളർച്ച ഈ കലാമണ്ഡലം കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദേശികരെ സംബന്ധിച്ച് അവര് ഈ ഇതിനെ ആഴ്ന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കാണുന്നത്. അവരുടെ ഉള്ളില് അവര് ഈ കഥ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അഭിനയം, മുദ്രകള്, ഈ സംസാരം തന്നെ നമ്മൾ കലാകാരൻ സംസാരിക്കുന്നത് മുദ്രകളിലൂടെയാണ്. ആ മുദ്രകളിലൂടെ സംസാരിക്കുക. അപ്പൊ അവർക്ക് ഇങ്ങനൊരു ആർട്ട് ഫോം, 2 കൈ ഇവിടുന്ന് കാണും, 2 കാലുകൾ, പിന്നെ ഒന്നും മനുഷ്യരൂപം ഇല്ലാണ്ടാണത്. അങ്ങനെയുള്ള ഒരു ചിത്രം, അതിൽ കൂടെ അഭിനയത്തിൽ കൂടി മുദ്രകളുടെയും ശരീരചലനം കൂടി കാണുമ്പോൾ വിദേശീയരെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്. അതേസമയം സംഗീതമുണ്ട്, ശബ്ദം, മേളം. ഏറ്റവും കൂടുതൽ
ഫ്രാൻസിൽ നിന്നാണ് ഈ യൂറോപ്പിൽ നിന്നാണ് കൂടുതൽ കലാമണ്ഡലത്തിലേക്ക് വന്നിരുന്നത്. ഇപ്പം എല്ലാ രാജ്യത്തും ധാരാളം പറ്റുമെങ്കിൽ കൂടുതൽ യൂറോപ്പിൽ നിന്ന്. അതെന്താ വെച്ചാൽ അവിടെ തിയേറ്ററുകളിൽ നാടകങ്ങളുണ്ട്, പല പല നാടകങ്ങൾ, തിയേറ്റർ, വലിയ വലിയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തിയേറ്റർ. ആ തിയേറ്ററിലേക്ക് ഈ കഥകളി പഠിച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ അവരിവിടെ വന്ന് ഈ കഥകളി പഠിച്ചു പോകുന്നത്. കഥകളിയിലെ ഒരു സബ്ജക്റ്റ് കുറച്ച് പഠിച്ചാൽ തന്നെ അവർക്ക് ആ കുറഞ്ഞ പഠിച്ച സബ്ജക്റ്റ് കൊണ്ട് അവിടെ പോയി അവരുടെ തിയേറ്ററിൽ പലതരത്തിൽ വ്യത്യസ്തമായ എന്തെങ്കിലും കാട്ടി ഒരേ പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കാനുള്ള കഴിവുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനൊരു ആർട്ട് ഫോം ഒരു കാണുമ്പോൾ ഭ്രമവും പഠിക്കാനുള്ള മോഹവും അങ്ങനെയാണ് അവർ വരുന്നത്. അവർ ഇവിടെ വന്നിട്ട് ഇത് പഠിച്ച് അവർ പുതിയ മോഡൽ കണ്ടംപററി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഈ കഥകളി പഠിച്ചിട്ട് ആൾക്കാർക്കൊക്കെ പലതരത്തിലുണ്ടാക്കും. ഇതുപോലെ നാടകങ്ങളൊക്കെ അവിടെ പോയിട്ട് കഥകളി പഠിച്ച സാഹിബ്മാർ അവിടെ പോയി തിയേറ്റർ, ഇറ്റലിയിലും യൂറോപ്പിലൊക്കെ നാടകങ്ങൾ കഥകളി ചേർക്കട്ട്. നമുക്ക് ഈ തിയേറ്ററായിട്ടുള്ള കഥകളി ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരു ഓപ്പൺ തിയേറ്ററിൽ ഫോക്ക് പോലെ നടന്നിരുന്ന സബ്ജക്റ്റാണ്. അതിന് തിയേറ്റർ അതിലേക്ക് വന്നത് ഈ വിദേശികരുടെ അവരുടെ പരിപാടി കണ്ടുകൊണ്ടാണ്. ഒരു വിദേശത്ത് എങ്ങനെ പരിപാടി നടത്തണം, അല്ലെങ്കിൽ വിദേശത്ത് എങ്ങനെ എനിക്ക് അതിൻ്റെ വരവ്, അതൊക്കെ കൂടുതൽ നല്ല കഥകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ ഉദാഹരണം, ഞങ്ങൾ പണ്ടത് കഥകളി വേഷക്കാർ രംഗത്ത് പോകുമ്പോൾ അങ്ങോട്ട് പോകണു, കളിക്കണു പോകുന്നില്ല. പക്ഷെ വിദേശത്തിന് കയ്യും കാലൊക്കെ ക്ലീനായിട്ട്, അതായത് രംഗത്ത് പോകുമ്പോൾ കാലൊക്കെ തുടച്ച് പൊടിയൊന്നും പാടില്ല, ചളിയൊന്നും കാലിൽ പാടില്ല. അത് ഈ 67 ടൂറിന് ശേഷം കാലിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ കളി അതൊക്കെ തുടച്ച് ക്ലീനായി രംഗത്ത് പോകുമ്പോൾ. അപ്പോൾ ആ സംസ്കാരം കിട്ടിയത് അവിടുത്തെ തിയേറ്ററിൻ്റെ പരിപാടി നടത്തിപ്പിൻ്റെ സമ്പ്രദായം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ രംഗത്ത് ഇപ്പോൾ ഒരു കഥകളിയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഓഡിയൻസ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് പോവും, പിന്നെ കൂടെയൊക്കെ പോവാറുണ്ട്. നമ്മുടെ നാട്ടിൽ കളികളില്ലേ, അങ്ങനെയൊന്നും അവിടെ പറ്റില്ല. അവിടെ തിയേറ്റർ കഥകളി കളിക്കാൻ. അപ്പം അതൊക്കെ അവിടെ നടക്കാൻ പാടില്ല എന്നും അങ്ങനെ പാടില്ല എന്നും അത് ശരിയല്ല എന്നും എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഒരു ചിത്രം തിരശ്ശീല പിടിക്കുന്നവർക്ക് പോലും വളരെ ഡിസിപ്ലിനായിട്ട് വേണം. കഥകളിക്ക് കുറേ കഥകളുണ്ട്. കോട്ടയം കഥകള്, തമ്പീര കഥകള്, രാമായണ കഥകള്, നളചരിതങ്ങള്. കഥകളി സംബന്ധിച്ച് ഇത്തരം കഥകള് ആണ് അതിൻ്റെ ക്ലാസിക്കൽ. പുതിയ പുതിയ കഥകളൊന്നും ശരിക്കും പറഞ്ഞാൽ ഉടനീളം നിൽക്കില്ല. അത് അപ്പം ഒരു പ്രാവശ്യം കാണാമെന്നല്ലാണ്ട് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ കാണികൾക്കും കളിക്കുന്നവർക്കും ഒരു താല്പര്യം വരില്ല. പുതിയ കഥകള് പലരും പല കഥകള്, പുതിയ കഥകളൊന്നും ഒരു ശാശ്വതമല്ല. വൈകാരികത വേണം. ഒരു കഥ ഉണ്ടാക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ തട്ടണം. അങ്ങനെയുള്ള കഥകളാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കർണശബ്ദം വിജയിച്ചു, കർണനെ ബുദ്ധി. പലരും പുതിയ കഥകൾ എഴുതുന്നുണ്ട്, പലരും വിജയിക്കലും. ഇപ്പോഴും പഴയ ആട്ടക്കഥകള് ഇവിടെയല്ല വിദേശത്തും ആയിക്കോട്ടെ, പഴയ ആട്ടക്കഥകളാണ് കഥകളിക്ക് നിലനിൽക്കുന്നത്. വിദേശത്തെ നമ്മുടെ നാട്ടിൽ വിദേശികർ വരുമ്പോഴും മഹാഭാരതം വേണമെന്നാണ് പറയുക, ദുര്യോധനവധം വേണമെന്നാണ് പറയുക, അതല്ലെങ്കിൽ കല്യാണ സൗന്ദര്യം വേണമെന്നാണ് പറയുക, രാമായണം വേണമെന്നാണ് പറയുക. അതിന് പുതിയ കഥ വേണം. പിന്നെ ഉണ്ട് കേട്ടോ, പുതിയ സബ്ജക്റ്റ് ഉണ്ട്. അവരുടെ നാട്ടിലെ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ, മേൽബത്ത് അങ്ങനെയുള്ള പുതിയ ഇംഗ്ലീഷ് കഥകളെടുത്താൽ അവരത് അവതരിപ്പിക്കും, അവർ കാണും, അവർക്കിഷ്ടമാണ് കഥകളി. അത് അവതരിപ്പിക്കും, കഥകളി മോഡൽ സമയം ചുരുക്കി കാണിക്കുമ്പോൾ അവർ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും അതന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കാറില്ല. കഥകളി എന്ന് പറഞ്ഞിട്ട് വിദേശത്തേക്ക് വിദേശികർ വന്ന് ടൂറോ പരിപാടിക്ക് കൊണ്ടുപോകുമ്പോൾ
ഒരിക്കലും പുതിയ പുതിയ കഥകൾ ആവശ്യപ്പെടാറില്ല, പഴയ തന്നെ കഥകൾ. ചിലവർക്ക് നിർബന്ധം കൊണ്ട് ഇങ്ങനെ അവര് ഇൻട്രസ്റ്റ് എടുത്ത് അവർ എഴുതിയ കഥ വേണം. അപ്പോൾ ഇംഗ്ലീഷ് കഥയാണെങ്കിൽ അവരത് കൊണ്ടുപോകും. ലണ്ടനിലെ സ്നോ വൈറ്റ് എല്ലാ കൊല്ലം അതാ കളിക്കുക, അത് അവർ എഴുതിയതാണ്. അപ്പൊ അവർ അതിൻ്റെ പബ്ലിസിറ്റിയാണ്. ആ സ്നോ വൈറ്റ് കഥ ലണ്ടനിൽ എല്ലാവർക്കും അറിയാം, സ്റ്റുഡൻസിന് എല്ലാവർക്കും. അപ്പൊ അതിനെ ചുരുക്കി അതുകൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ മനസ്സിലാവും, കുട്ടികൾക്കിറക്കും. അതാ നാട്ടിലെ കഥ അവർക്ക് അറിയുന്നതുകൊണ്ട് ഇവര് കഥകളി രൂപത്തിൽ ഈ കഥയെ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പൊ കഥകളിയുടെ ഒരു ദൃശ്യഭംഗിയിലൂടെ ഈ കഥ കുട്ടികൾക്ക് ലണ്ടനിൽ മുഴുവൻ കാണിച്ചു കൊടുക്കേണ്ട സമ്പ്രദായമാണ് സ്നോ വൈറ്റ്. അത് ബാർബറ വിജയകുമാറും അവരാണ് അത് ചെയ്യുന്നത്. കളിയോഗങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നിളാതീരത്ത് ധാരാളം കളിയോഗങ്ങളും ഈ ഭാഗത്ത് നിളാതീരത്ത് അനവധി കളിയോഗങ്ങളാണ് കഥകളി കൊണ്ടുവരുന്നത്. എന്ന പോലെ തന്നെ വടക്കൻ മലബാറിൽ അനവധി കളിയോഗം ഉണ്ടാകും. വേങ്ങര കളിയോഗം, പറശ്ശിനി കളിയോഗം, ചേമഞ്ചേരി കളിയോഗം, ഇങ്ങനെ അനവധി. വിഷ്ണുവംബീശന്റെ കളിയോഗം, വടകര വിഷ്ണുവംബീശന്റെ കളിയോഗം, ഇങ്ങനെ ഉണ്ടോ. അങ്ങനെ ഈ വിഷ്ണുവംബീശന്റെ കളിയോഗത്തിലാണ് ഞാൻ ആദ്യം ഈ കുഞ്ഞിരാമൻ നായരനെ കാണാൻ. എനിക്ക് ചെറിയൊരു ഓർമ്മയാണ്. അന്നൊരു എന്തോ ചെറിയ വേഷം കെട്ടി ശിവപാലം മാഷ അങ്ങനെയൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ചേമഞ്ചേരി ചേരിയിൽ അദ്ദേഹത്തിൻ്റെ മരുമകനെ കലാമണ്ഡലത്തിൽ കൊണ്ടു ചേർത്തു. അന്ന് ഞാൻ അവിടെ ദേവനാണ്, പ്രേമൻ. അപ്പോൾ ഈ പ്രേമനെ കൊണ്ടു ചേർത്തപ്പോൾ ഞാനാണ് തുടക്കം. 3 കൊല്ലം എൻ്റെ കൂടെയാണ്. ആദ്യത്തെ ഒരു 3 കൊല്ലം ഞാനാണ് പ്രേമകുമാരനെ പഠിപ്പിച്ചിരുന്നത്. അപ്പം അന്ന് മുതൽ കൂടുതൽ ഈ കുഞ്ഞിരാമൻ നായരനെ അടുപ്പായി. അവിടെ ചെറിയ അവിടെ കളിയോഗത്തിൽ കളിക്കാൻ വിളിക്കും. അങ്ങനെ കുഞ്ഞിരാമൻ നായരനെ വളരെ അടുപ്പം. കുഞ്ഞിരാമൻ നായരനെ എന്നെ വലിയ ഇഷ്ടമാണ്. കുഞ്ഞിരാമൻ നായരൻ്റെ കൃഷ്ണൻ നഴ്സറി വേഷമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ല വേഷമാണ്. ഇരുന്ന് ഫുൾ നൈറ്റ് ഇരുന്ന് കളി കണ്ട് ആസ്വദിക്കുന്ന ആചാര്യനാണ്. ആരുടെയല്ല, ഇന്ന ആരുടേന്നൊന്നുമില്ല, കുട്ടികളുടെ കളി പോലും ഇരുന്ന് കണ്ട് മുഴുവൻ മുദ്രയൊക്കെ അടുത്തിരിക്കണമൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാനായിട്ട് വളരെ അടുപ്പമാണ്. ഞാൻ എൻ്റെ കലാമണ്ഡലത്തിൻ്റെ പ്രിൻസിപ്പളായി പിരിഞ്ഞതിന് ശേഷം അവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ്, മദ്രാസ്, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കളിയോഗത്തിൻ്റെ കൂടെ. അദ്ദേഹം വേഷമില്ലെങ്കിലും ഇല്ല, വേഷമൊക്കെ ഞാനാ കെട്ടണമെങ്കിലും ഇല്ല, അദ്ദേഹം അതിൻ്റെ മേൽനോട്ടായി വരും. നാട്ടിലും അനവധി കളികൾ, ആ കളികൾ മുന്നിലിരുന്ന് കാണും, വളരെ എളുപ്പപ്പെടും. അദ്ദേഹമൊക്കെ ഒരു കാലഘട്ടത്തിൽ കഥകളിക്ക് വേണ്ടി പെറ്റിയേറ്റിയിട്ട് നടന്ന് അനവധി കളികൾ നടത്തിയ ആചാര്യനാണ്. അന്ന് കഥകളി കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ അപ്പം അദ്ദേഹത്തിന് ഡാൻസും നല്ല മോഹം വന്നു. ഡാൻസ് പഠിച്ചിട്ട് എല്ലാ കലാവാസന, ഗുരുനാഥൻ എന്ന് പറയുന്ന കഥകളി ആചാര്യനാണെങ്കിൽ ഡാൻസും എല്ലാം കഴിയും. നല്ലൊരു കേരള നടനം, ഗുരു ഗോപിനാഥിൻ്റെ അടുത്തൊക്കെ കേരള നടനമൊക്കെ കേരള നടനം പഠിപ്പിച്ചു. എല്ലാ കലകളെയും ബഹുമാനം, എല്ലാ ആശാന്മാരെയും ഇഷ്ടവും. നല്ലൊരു സ്ഥാപനമാണ് ആ കുഞ്ഞിരാമൻ നായരൻ്റെ സ്ഥാപനം. അദ്ദേഹമായിട്ടുള്ള അടുപ്പം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചേർക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഒരാളെ ഡോക്ടറേയും ആയിട്ടും ഒരാളെ കഥകളിക്കാരനായിട്ടും. കാരണം അച്ഛനും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അവരെല്ലാമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് കിഷോമാർജി കോയമ്പത്തൂർ ഫാർമസി, ഞാൻ വളരെ അടുപ്പാണ്. ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. കോട്ടയ്ക്കിലെ പോലെ തന്നെ വളരെ സൗഹാർദ്ദമായിട്ടൊരു കാലഘട്ടത്തിൽ പ്രശസ്തിയുള്ള കാലം അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി 2 ഭാഗത്ത് തുടങ്ങി ആയുർവേദത്തിന് വേണ്ടി പ്രശസ്തി ഉണ്ടാക്കി തീർത്ത 2 മഹൽ സ്ഥാപനങ്ങളാണ്, ഒന്ന് കോട്ടയ്ക്കലും ഒന്ന് കോയമ്പത്തൂർ ഫാർമസി. ഞാൻ കോയമ്പത്തൂർ ഫാർമസി പോയിട്ട് അനവധി പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണകുമാർജിയായിട്ട് വളരെ അടുപ്പമാണ്. ആ കൃഷ്ണകുമാർജിയെ ഞാൻ സ്മരിക്കുന്നു. കാരണം അത്രയും അടുപ്പം
ഈ ആയുർവേദവും കഥകളിയും തമ്മിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ബന്ധങ്ങളുണ്ട്. ആയുർവേദ ഉഴിച്ചില്, കഥകളി ഉഴിച്ചിൽ പരമ്പരാഗതമായിട്ട് വന്ന ഉഴിച്ചിലാണ്. ആയുർവേദം അതിൻ്റെ പഠിച്ച് അതിൻ്റെ ശരീരശാസ്ത്രം പഠിച്ചും കൊണ്ടുള്ള ഉഴിയൽ. ഇതെല്ലാം കഥകളിക്കാരെ സംബന്ധിച്ച്, ആചാര്യന്മാരെ സംബന്ധിച്ച് തമ്മിൽ നല്ലോണം അറിഞ്ഞിരിക്കണം. അനവധി അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ കൃഷ്ണകുമാരിയായിട്ട് അടുപ്പന ഉണ്ടാവാനുള്ള പ്രധാന കാരണം, ഈ കോയമ്പത്തൂർ ഫാർമസിയിൽ ഡോക്ടറായിരുന്നു ഗോപാല പൊതുവാൾ, വൈദ്യൻ ഗോപാല പൊതുവാൾ. അദ്ദേഹം കൃഷ്ണകുമാരിയായിട്ടുള്ള അടുപ്പാണ്. അപ്പം ഈ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ഗോപാല പൊതുവാളുടെ മകളെയാണ്. അങ്ങനെ ഗോപാല പൊതുവാൾ അദ്ദേഹമാണ് എന്നെ കൃഷ്ണകുമാരിയെ പരിചയപ്പെടുത്തത് മുതൽ പിന്നെ എപ്പോൾ കണ്ടാലും വളരെ ക്ലോസ് ആയിട്ടുള്ള സംസാരിക്കലാണ്. നല്ല റിലേഷൻഷിപ്പായിട്ട് കോയമ്പത്തൂർ പോയിട്ടുണ്ട്, അവിടെ പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ അടുപ്പും. അതുപോലെ തന്നെ അവിടെ രാമൻകുട്ടേശൻ്റെ ഏർപ്പാടിൽ കഥകളി ഉണ്ടായപ്പോൾ എന്നെ വിളിക്കണം, എന്നെ പ്രധാനമായിട്ട് വിളിക്കണം എന്ന് പറയലും ഞാൻ അവിടെ പോലും കഥകളി പഠിപ്പിക്കലൊക്കെ ഉണ്ടായി. വളരെ അടുപ്പം, കൃഷ്ണകുമാർജിയായിട്ടുള്ള അടുപ്പം വരാൻ കാരണം ഗോപാലപുതുവാളാണ് എന്നെ ഈ കൃഷ്ണകുമാർജിയെ പരിചയപ്പെടുത്തുന്നത് തന്നെ കോട്ടയ്ക്കൽ വലിയ PS വാര്യയുടെ 2 ഭാഗമായിട്ട് പോയിരുന്ന ആള്. സന്തോഷത്തോടു കൂടി രണ്ടുപേരും 2 ഭാഗത്ത് തുടങ്ങി എന്നാണ് ആ ചരിത്രമൊക്കെ അറിയാൻ സാധിച്ച ഇദ്ദേഹത്തിൽ നിന്നാണ്, ഈ ഗോപാലപുതുവാളിൽ നിന്നാണ്. പിന്നെ എപ്പോഴും ഗുരുവായൂർ, കൃഷ്ണകുമാർജി എപ്പോഴും ഗുരുവായൂർ വരും. അപ്പം ഈ ഗുരുവായൂർ വരുമ്പോൾ എല്ലാ 30 വ്യാഴാഴ്ചയും അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലും ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ എപ്പോഴും കൃഷ്ണകുമാർജിയെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. വളരെ സൗഹാർദ്ദം പുലർത്താറുണ്ട്. ഗുരുവായൂരിലാണ് കൂടുതലും കാണാറുള്ളത്. ഈ മരിക്കുന്നതിന് മുമ്പല്ലേ കാലിലൊക്കെ വയ്യാണ്ടി ആയിരിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്നെ വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കലാപരമായുള്ള കഴിവല്ല, അദ്ദേഹത്തിന് വളരെ മതിപ്പും വളരെ ബഹുമാനമൊക്കെ ആയിരുന്നു. വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം കൃഷ്ണകുമാർജി കോയമ്പത്തൂർ ഫാർമസി എന്ന് പേര് കേട്ട സ്ഥാപനം ആയിട്ട് മാറി. കത്തി, പച്ച, താടി, കരി, മിനിക്കൽ, ഈ 5 എണ്ണത്തിൽ നിന്നും അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് മാറുകയാണ്. ആ 5 എണ്ണത്തിൽ പല തരത്തിലുള്ള ഗ്രൂപ്പുണ്ട്. മൊത്തം 5 ആണ് അതിൻ്റെ ഒരു കണക്ക്.